Hi, Sadiq. You are one of the national committee member, SIO. You're from Kerala. I was recently told that on Onam, SIO was about to release a channel, not SIO, Jamaat Islami, which is part of head organization. So that why one particular day Onam? That is one. Adding to that, many of the Dalits in 1980s, I suppose, were protesting as a black day on the day of Onam. So that you are speaking about caste and other things, progressive things. SIO speaks with aligning Dalits, and really you are all doing something great. But how do you see this Onam, where one of your party, Jamaat Islam, the TV channel is about to be opened? Here Dalits are opposing it. What will be SIO stand in that? Now they shifted to Bakrid. Earlier it was Onam. Why? If the shift happened, was there a shift of pressure from somewhere? If there was a shift to Bakrid, inaugurating a TV channel, why it was shifted? The reason, because earlier it was announced that Onam they will inaugurate the channel. Why? So I don't know the exact reason why, because I'm not part of the media team. But at the same time, as we have already discussed in Kerala, then the ദേശീയമായിട്ടുള്ള ഒരു ചിത്രം കിട്ടിയിട്ടുള്ള ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വളരെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുകൾ ദളിത് കമ്മ്യൂണിറ്റീസിന്റെ ദളിത് ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ അവരുടെ നാടൻ പാട്ടുകളടക്കം എങ്ങനെയാണ് ഇതൊരു ദേശീയ ഉത്സവമാകുന്നത്? ഈ ചോദ്യം കേരളത്തിൽ പല രീതിയിൽ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓണം ഒരു ദേശീയ ഉത്സവമായിട്ട് മാറുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന അപ്പർ കാസ്റ്റ് താല്പര്യങ്ങൾ പല അർത്ഥത്തിൽ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. അതോടൊപ്പം തന്നെ ഓണം പലപ്പോഴും കേരളത്തിൽ നിന്നൊരു മാർക്കറ്റ് വളരെ ശക്തമാവുന്ന ഒരു സന്ദർഭമാണ്. ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ ശക്തമാവുന്ന സന്ദർഭമാണ്. കാരണം സ്റ്റേറ്റ് അടക്കം വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. പലപ്പോഴും ഈ ഇപ്പം ഓണം ഇത് പലപ്പോഴും ചില മുസ്ലിം സംഘടനകൾ ഉന്നയിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഓണത്തിന് 10 ദിവസം കുട്ടികൾക്ക് അവധി കിട്ടുമ്പോൾ ബക്രീദ് പോലുള്ള ആഘോഷങ്ങൾക്ക് ഒരു ദിവസം പോലും അവധി കിട്ടാത്തത് SIO അടക്കം പല സന്ദർഭങ്ങളിലും ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ പലപ്പോഴും ഒരു മുസ്ലിങ്ങളുടെ ഒരു ആഘോഷത്തെ ഒരു സെക്യുലർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് പോലും ഈ ഒരു ആഘോഷത്തിന് പലപ്പോഴും എന്തുകൊണ്ടൊരു പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു. പലപ്പോഴും ആ ദിവസങ്ങളിൽ ഇവിടെ പല സ്ഥാപനങ്ങളും എക്സാമുകൾ നടത്തുന്നു. പലപ്പോഴും പല സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട പരീക്ഷകൾ ആ ദിവസം നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ, ഒറ്റയടക്കമുള്ള മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടതാണ് ബക്രീദിന് അർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ പെരുന്നാളുകൾക്ക്, വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാളിന് കൂടുതൽ ദിവസം അവധി നൽകണമെന്നും, എന്തുകൊണ്ട് മറ്റ് ആഘോഷങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ എന്തുകൊണ്ട് ചില ആഘോഷങ്ങൾ ദേശീയ ഉത്സവങ്ങളായിട്ട് ആചരിക്കപ്പെടുകയും മറ്റ് ചിലതിന് ഈ അർത്ഥത്തിൽ ഒരു ഇൽ ട്രീറ്റ്മെന്റ് ലഭിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഈ ഒരു പ്രശ്നത്തെ വളരെ ശക്തമായ രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ മീഡിയ വണ്ണിന്റെ ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ബിക്കോസ് ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദ team, but maybe it is that ഈ കേരളത്തിൽ മൊത്തത്തിലുള്ള ഈ ഒരു ഫ്രെയിമിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന സന്ദർഭം എന്ന രീതിയിൽ കൂടിയായിരിക്കുന്നത്. ഇടതുപക്ഷത്തിനകത്തു നിന്ന് പോലും ഓണത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾ വരെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അത് വലിയൊരു വിവാദം ഒരർത്ഥത്തിൽ കേരളത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. ദളിത് കമ്മ്യൂണിറ്റി നടത്തുന്ന ലീഡേഴ്സ് വളരെ ശക്തമായി വളരെ മുമ്പ് തന്നെ ഇതിനെ ഉയർത്തിയിട്ടുണ്ട്. മുസ്ലിം സംഘടനകളും ഈ അർത്ഥത്തിൽ ഈ ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു മാറ്റം തന്നെയാണ്.